ഐ ലവ് മുഹമ്മദ് കലാപത്തിൽ സമാജ്വാദി പാർട്ടി ബന്ധം മറനീക്കി പുറത്തേക്ക്. കലാപത്തിന് കാരണമായ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ച സുബൈർ അഹമ്മദ് ഖാൻ എന്നയാൾ സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ്. ഇയാൾ സമാജ്വാദി പാർട്ടി കാൺപൂർ ജില്ലാ പ്രസിഡന്റിനൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. എസ് നന്ദഗോപൻ വാർത്തയുടെ വിവരങ്ങൾ നൽകും. നന്ദൻ പറയും. സുബൈർ അഹമ്മദ് ഖാൻ ഇയാൾ നേരത്തെ ഉത്തർപ്രദേശ് പോലീസിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇയാളുടെ സ്വഭാവ ദൂഷ്യമടക്കം കണക്കിലെടുത്തുകൊണ്ട് ഇയാൾ പോലീസിൽ നിന്നും പിരിച്ചുവിട്ടതായിരുന്നു. പിന്നീട് ഇയാൾ സമാജ്വാദി പാർട്ടിയിലേക്ക് ചേക്കേറുകയായിരുന്നു. സമാജ്വാദി പാർട്ടിയിലായിരുന്നു ഇയാളുടെ പ്രവർത്തനം. അതേസമയം തന്നെ ഇത്തരം തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി ഇയാൾ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഏതായാലും ഈ സുബൈർ മുഹമ്മദ് ഖാന്റെ ഒരു ഓഡിയോ സന്ദേശം പ്രചരിച്ചിരുന്നു. അതായത് ഐ ലവ് മുഹമ്മദ് എന്നുള്ള ഈ ക്യാമ്പയിൻ അല്ലെങ്കിൽ ബാനറുകൾ എവിടെയും കെട്ടുവാൻ വേണ്ടി ഹിന്ദു സമൂഹം സമ്മതിക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടതിന് പിന്നാലെയാണ് കാൺപൂരിലടക്കം ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കലാപത്തിന് കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ബറേലിയിലൊക്കെ തന്നെ വലിയ രീതിയിൽ അക്രമങ്ങളിലേക്കും ഈ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പ്രധാന കാരണക്കാരൻ ഈ പറയുന്ന സമാജ്വാദി പാർട്ടി നേതാവ് സുബൈർ അഹമ്മദ് ഖാൻ ആണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാൾ കാൺപൂർ സമാജ്വാദി പാർട്ടിയുടെ കാൺപൂർ ജില്ലാ പ്രസിഡന്റുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇവർ തമ്മിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഐ ലവ് മുഹമ്മദ് ഈ ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നു എന്നുള്ളത് രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ അത്തരം റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഏതായാലും ഇതിന്റെ ഉറവിടം തന്നെ ഇപ്പോൾ ഒരുപക്ഷെ സമാജ്വാദി പാർട്ടിയിലേക്ക് എത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയും ഇത്തരം തീവ്ര ഇസ്ലാമിക സംഘടനകളും കൂടി ചേർന്ന് വലിയ അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്നു സംസ്ഥാനത്ത് എന്നതിന്റെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ വലിയ രീതിയിൽ വലിയ അക്രമത്തിലേക്കും മറ്റും കലാശിച്ചപ്പോഴാണ് വളരെ ശക്തമായ താക്കീതുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തിയത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയത്. സനാതനധർമ്മം എന്നുള്ളത് എല്ലാവരെയും അംഗീകരിക്കുന്നതാണ്. എന്നാൽ സനാതനധർമ്മത്തെ കാലുകൊണ്ട് ചവിട്ടി ഞെരിക്കാം എന്ന് ധരിച്ചാൽ അതൊരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് ഒരു പൊതുസമ്മേളനത്തിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. മാത്രമല്ല അത്തരക്കാർക്ക് എവിടെ പോയും രക്ഷപ്പെടാൻ അവസരം ലഭിക്കില്ല, നരകത്തിൽ പോലും അവർക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുമെന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിച്ചാൽ അതിനെ ശക്തമായ ഭാഷയിൽ അതിന് മറുപടി നൽകുമെന്ന് ഇതിനോടകം തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. ഇതിനിടയിലാണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സമാജ്വാദി പാർട്ടിക്ക് ഇത്തരം ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ അക്രമത്തിലൊക്കെ തന്നെ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങളും ഒപ്പം തന്നെ അത്തരം ചില രേഖകളും മറ്റും പുറത്തു വരുന്നത്. ശരി നന്ദൻ, ഐ ലവ് മുഹമ്മദ് കലാപത്തിൽ സമാജ്വാദി പാർട്ടി ബന്ധം മറനീക്കി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഒടുവിൽ കലാപത്തിന് കാരണമായ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ച സുബൈർ അഹമ്മദ് ഖാൻ എന്നയാൾ സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ്. ഇയാൾ സമാജ്വാദി പാർട്ടി കാൺപൂർ ജില്ലാ പ്രസിഡന്റിനൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.